അപ്പൊ എല്ലാവരും എന്തോ ഒരു കെമിസ്ട്രി അല്ലെ STL ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഹർഗർ തിരങ്കയുടെ പാർട്ടായിട്ട് STL ആണ്. അപ്പൊ ഞാൻ ആയിഷ ഫർസാന ഇവിടെ സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. റീജിയണൽ സയൻസ് പ്ലാനറ്റേറിയം കാലിക്കറ്റില് നമ്മുടെ നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ സ്ഥാപനം. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് കൾച്ചർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പോ ഈ വീക്ക് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി എന്താണ്, ഇൻഡിപെൻഡൻസ് വീക്കാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്നാ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നത്? ഓഗസ്റ്റ് 15-നാണ്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളും, അതായത് NCSMന്റെ അണ്ടറിൽ വരുന്ന മറ്റെല്ലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും തന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് പകരം ഒരു ഇൻഡിപെൻഡൻസ് വീക്ക് ആയിട്ട് ഒരു 2 വീക്ക് എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാംസ് ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി മുതൽ 15-ാം തീയതി വരെ വിവിധമായ പരിപാടികൾ. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫി പോയിന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് കെമിക്കൽ തിരങ്കയാണ്. എന്താ തിരങ്ക എന്ന് വെച്ചാല്? എന്താ തിരങ്ക? ആർക്കെങ്കിലും അറിയോ? പതാകയാണ് അല്ലെ? നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൽ എത്ര കളേഴ്സ് ഉണ്ട്? 3 കളേഴ്സ് ഉണ്ട്. 3 കളേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മളിവിടെ ആക്ച്വലി സയൻസും പാട്രിയോട്ടിസവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സയൻസിനെ കെമിസ്ട്രി നമ്മൾ എന്ത് ചെയ്യാണ്, പാട്രിയോട്ടിസം ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ തുടങ്ങാൻ റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളടുത്താണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ ഈ ഷോ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. ഞാൻ മാത്രം ഇങ്ങനെ ജസ്റ്റ് ലീനിയർ ആയി പറഞ്ഞു പോയ രസം ഉണ്ടാവില്ല. നമ്മുടെ ഫ്ലാഗില് ഫസ്റ്റ് കളർ ഏതാണ്? ഫസ്റ്റ് കളർ? ഓറഞ്ച് ആണോ? സാഫ്രോൺ ആണ് അല്ലെ? ആ കളർ ഏതാണ്? സാഫ്രോൺ ആണ്. അപ്പൊ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ സാഫ്രോൺ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ സാഫ്രോൺ നമ്മളെ ഫ്ലാഗിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആർക്കെങ്കിലും അറിയാമോ? പലർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, ഒരു കളർലെസ് സൊല്യൂഷനും എടുത്തിട്ടുണ്ട്. ഈ 2 സൊല്യൂഷൻസും കൂടി വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ജസ്റ്റ് സാഫ്രോൺ കളർ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ നോക്കാണ്. ഇതൊരു ഓറഞ്ച് കളറാണ് ഷെയ്ഡ് വരുന്നത്. ഇതിനൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെച്ച് തന്നെ മിക്സ് ചെയ്യാം. ഏകദേശം ഈ ഒരു കളറല്ലേ സാഫ്രോൺ എന്ന് പറയുന്നത്? നമ്മുടെ ഫ്ലാഗിലുള്ള ഫസ്റ്റ് കളറാണ്. അപ്പൊ നമ്മൾ തിരങ്കയിൽ ആദ്യ കളർ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏതൊക്കെ കെമിക്കൽസ് ആയിരിക്കും ഞാൻ മിക്സ് ചെയ്തെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും? തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന കെമിക്കൽസ് പറഞ്ഞാൽ മതി. എന്തായിരിക്കും ഇവിടെ നടന്നിട്ടുള്ള റിയാക്ഷൻ എന്ന് അറിയാമോ? ഇല്ല. അപ്പൊ ഞാൻ തന്നെ പറയാൻ കുഴപ്പമില്ല. ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഓറഞ്ച് സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. അതിന്റെ കൂടെ കുറച്ച് എന്ത് ചെയ്തു, ലെഡ് നൈട്രേറ്റ് കൂടെ ആഡ് ചെയ്ത സമയത്ത് ലെഡ് ക്രോമേറ്റ് എന്ന് പറയുന്ന ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അതിന്റെ കളറാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓറഞ്ച് കളർ ആക്ച്വലി ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് കളർ ഉണ്ടാക്കിയെടുത്തു. ഇതാണ് നമ്മള് ഫസ്റ്റ് കളർ. അപ്പൊ ഇത് എന്തിനായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തത്? എന്തിനാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്തത്? നേരത്തെ ആദ്യം കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേവ് ആണ് അല്ലെ, കറേജ് എന്ന് പറയാം. ആക്ച്വലി ഇത് കറേജും അതുപോലെ തന്നെ സാക്രിഫൈസും എന്താ പറയുക ഇംപ്ലിമെന്റ് ചെയ്യുന്ന കളേഴ്സ് ആണ്. നമ്മുടെ ഫ്ലാഗിൽ അങ്ങനെയാണ് എന്ത് ചെയ്തത്, ഈ കളേഴ്സ് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് വെറുതെ ഇങ്ങോട്ട് ഫ്രീഡം കിട്ടിയതാണോ? അല്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ത് ചെയ്തു, അവരുടെ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, അവർ ആ ബ്രേവറി കാരണം, അല്ലെങ്കിൽ കറേജ് കാരണം പല കാര്യങ്ങളും എന്ത് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് അവർ നേടിത്തന്നതാണ് നമുക്ക് ഈ ഫ്രീഡം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമിൽ വിൻ ചെയ്യണം. ഓക്കെ, ഒരു എക്സാമിൽ നിങ്ങൾക്ക് ജയിക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യാതെ പോയി ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി കഷ്ടപ്പെടണം അല്ലെ? അതിനുവേണ്ടി റിസ്ക് എടുക്കാൻ റെഡി ആവണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടൈം, എൻജോയ്മെന്റ് എല്ലാം അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യും. ഇതുപോലെ ഫ്രീഡം ഫൈറ്റേഴ്സ് അവർക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് വേണ്ടി ഫ്രീഡം കിട്ടാൻ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഫ്രീഡം കിട്ടാൻ വേണ്ടി അവരുടെ ടൈമും അതുപോലെ തന്നെ എല്ലാം മാറ്റി വെച്ച് അതൊക്കെ സാക്രിഫൈസ് ചെയ്ത് അവരെന്ത് ചെയ്തു, നമുക്ക് വേണ്ടിയിട്ട് ഫ്രീഡം നേടി തന്നതാണ്. ദെൻ
ഏതാ സെക്കൻഡ് കളർ? ഏതാണ് സെക്കൻഡ് കളർ വരുന്നത്? വൈറ്റ് ആണ്. ഇപ്പൊ വൈറ്റ് ഉണ്ടാക്കിയാലോ ഇതുപോലെ കെമിക്കൽസ് ഉപയോഗിച്ച്. അപ്പൊ ഞാൻ വൈറ്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന 2 കളർലെസ് ലിക്വിഡ്സ് ആണ്. ഇതിന് എന്തെങ്കിലും കളർ ഉണ്ടോ? ഇല്ല, ട്രാൻസ്പെറന്റ് ആണ്, നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് മിക്സ് ചെയ്യാൻ പോവാണേ, നോക്കിക്കോളൂ. നല്ല വൈറ്റ് കളർ ഫോം ചെയ്തു അല്ലേ? നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളർ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ വൈറ്റ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പലരും പല ആൻസേഴ്സ് പറയുന്നുണ്ട്. ചിലര് പീസ് എന്ന് പറയുന്നുണ്ട്, പ്യൂരിറ്റി എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് എങ്ങനെയായിരിക്കും റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുക? സിംപ്ലി കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ, സ്റ്റുഡൻസ് ഒക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് മക്കളെ റിയാക്ഷൻ നടന്നത്? അറിയില്ല, ആർക്കറിയില്ല? കുഴപ്പമില്ല, ജസ്റ്റ് നോക്കിക്കോ. ഇവിടെ ഞാൻ 2 റിയാക്ടൻസ് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ റിയാക്ടൻസ്. നമുക്ക് എപ്പോഴും 2 റിയാക്ടൻസ് തമ്മിൽ അല്ലെങ്കിൽ 2 ഒബ്ജക്ട്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറും? പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യപ്പെടും. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഞാനിവിടെ 2 റിയാക്ടൻസ് എടുത്തിട്ടുണ്ട്. 2 കൂടി കമ്പൈൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു പ്രൊഡക്റ്റ് കിട്ടി. എല്ലാ കെമിക്കൽ റിയാക്ഷൻസും ഇങ്ങനെയാണ്. എല്ലാ കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള റിയാക്ടൻസ് എന്ന് പറയുന്നത് ഒന്ന് ബേരിയം ക്ലോറൈഡ് ആണ്, മറ്റേത് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇത് നിങ്ങൾ എല്ലാവരും മീൻസ് ഈ സയൻസ് പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയുന്ന റിയാക്ഷൻ ആയിരിക്കും. നമ്മുടെ സാൾട്ട് അനാലിസിസിൽ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിയാക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ ക്ലോറൈഡ് ആണോ അല്ലേന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബേരിയം ക്ലോറൈഡിലേക്ക് ലേശം എന്ത് ചെയ്യും? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും. അപ്പൊ ബേരിയം ക്ലോറൈഡ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ ഒന്നും നമ്മൾ കാണൂല. അതെന്താണ്? അതിൽ കലങ്ങി പോകും. ഓക്കെ, ഡിസോൾവ് ആയി പോകും. അതുപോലെ തന്നെ H2SO4 ആഡ് ചെയ്യുമ്പോൾ ഇത് ബേരിയം സൾഫൈഡ് ആയിട്ട് മാറുകയും അതൊരു വൈറ്റ് പൗഡർ പോലെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യാണ്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? അവിടെ വൈറ്റ് കളർ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നേരത്തെ അത് പറഞ്ഞു പീസാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്തത് അല്ലേ? പറഞ്ഞില്ലായിരുന്നു പീസ്, പ്യൂരിറ്റി എന്നൊക്കെ. ഓക്കെ, അപ്പൊ വൈറ്റ് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? ഒരു സമാധാനത്തിന്റെ നിറമില്ല. അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പണ്ട് കാലം ആൻസെസ്ട്രൽ ടൈം മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാർ ഈ വൈറ്റ് പ്രാവിനെ പറത്തി വിടും അല്ലെ? സമാധാനത്തിന്റെ പ്രതീകം എന്ന് പറഞ്ഞിട്ട് വൈറ്റ് പ്രാവിനെ പറത്തി വിടും. അതുപോലെ തന്നെ പ്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ വൈറ്റ് പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ മിൽക്കൊക്കെ എന്തൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ പോകുമ്പോൾ വൈറ്റ് ഡ്രസ്സ് വെയർ ചെയ്യും. അപ്പൊ അതിനൊക്കെ കാരണം എന്താ? ഈ ഒരു വൈറ്റ് പ്യൂരിറ്റി എന്നൊരു സംഭവം കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളർ ഏതാ? ഫൈനൽ കളർ വരുന്നത്? ബ്ലൂ ആണ്. ഞാൻ ബ്ലൂ ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തോ ഈ റിയാക്ഷൻ. അഥവാ ഞാനും ചെറിയൊരു എന്താ പറയാ പാളാൻ ചാൻസ് ഉള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ നോക്കിക്കോളും കറക്റ്റ് വരുന്നത് ഗ്രീൻ ആണോ ബ്ലൂ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. ചെറുതായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിയാക്ഷൻ ആണ്. ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, പ്രശ്നമാവും, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ നേരത്തെ പോലെ ഒരു ഓറഞ്ച് സൊല്യൂഷൻ എടുത്തിട്ടാണ് ഗ്രീൻ ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടിത്തെറിക്കുന്ന പറഞ്ഞപ്പോൾ അതൊക്കെ ഓടിയൊക്കെ ചെയ്യും. ഞാൻ ഇതിലേക്ക് എന്തോ ഒരു കളർലെസ് ലിക്വിഡ് ഒഴിക്കുകയാണ്. നല്ല എന്താ കളർ ഉണ്ടായത്? ഇവിടെ ഉള്ള ആൾക്ക് കാണാം. എന്താ കളർ ഉണ്ടായത്? ഒരു വയലറ്റ് കളർ എന്നൊക്കെ പറയുന്നുണ്ട്. റിയാക്ഷൻ പാടിയതാണോ? ആണോ? നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ടൈമിലേക്ക് ആ റിയാക്ഷൻ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കുറച്ച് ടൈം ആ റിയാക്ഷൻ വെയിറ്റ് ചെയ്ത് നോക്കാം. അതിന്റെ കളർ മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് റിയാക്ഷൻ ഒന്നുമില്ല. റിയാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻ ആണ്. കുറച്ച് ടൈം എടുത്ത് ഗ്രീൻ ആവും. ഞാനിവിടെ കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്തു. അപ്പൊ അത് ആഡ് ചെയ്ത സമയത്ത് ഇപ്പൊ ആ റിയാക്ഷൻ നടന്ന് കളർ മാറി ഗ്രീൻ കളറായി വരുന്നുണ്ട്. അപ്പൊ ആദ്യം അതൊരു ബ്ലൂ കളർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടായതായിരുന്നു ആദ്യം ഒരു ലൈറ്റ് ബ്ലൂ കളർ എന്ന് പറയുന്നത്, വയലറ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്നത്. പിന്നീട് മാറി അത് എന്തായി മാറി? അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സൈഡിലൂടെ എഡ്ജസിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും ഗ്രീൻ കളറാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതൊരു ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സൈഡിലൂടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഗ്രീൻ കളറായിട്ട്. അപ്പോ ഞാൻ എല്ലാം
അല്ലേ? കളേഴ്സും കാണിച്ചു. പക്ഷെ മുഴുവനായോ നമ്മുടെ പതാക? ഇല്ല. ഈ ഗ്രീൻ കളർ എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞില്ല. എന്തിനായിരുന്നു ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രോസ്പെറിറ്റി ആണ്, അഥവാ ഫെർട്ടിലിറ്റി. നമുക്കറിയാം ഗ്രീൻ എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെതാണ്? നമ്മളെ ഫാമിംഗ് എന്നൊക്കെ പറയാം അല്ലെ. നമുക്കറിയാം പച്ചപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജ്യം. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ഫാമേഴ്സ് ആണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP ഇപ്പോഴും കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഫാമിംഗ് ആണ്. അപ്പൊ ആ ഒരു പ്രോസ്പെറിറ്റി കാണിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗ്രീൻ കളർ നമ്മുടെ ഫ്ലാഗിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതായത് നമ്മുടെ ട്രൈ കളർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാ കളേഴ്സും ആയോ? ഫ്ലാഗ് റെഡി ആയോ? ഇങ്ങനെയാണോ ഫ്ലാഗ്? ഈ 3 കളേഴ്സ് മാത്രമാണോ? അല്ല, വേറെ ഒരാൾ മിസ്സിങ്. ആരാ? ബ്ലൂ കളർ മിസ്സിങ്. ഞാൻ നേരത്തെ ചെറുതായി ഉണ്ടാക്കിയില്ലേ ബ്ലൂ, പക്ഷെ അയാൾ മിസ്സിങ് ആണ്. പക്ഷെ നമുക്ക് എന്താ ചെയ്യാം? ബ്ലൂ കളർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഈ 3 കെമിക്കൽസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഈ 3 കളേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ബ്ലൂ കളർ ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മളിതാ ചെറിയൊരു ഫ്ലാഗിന്റെ ഒരു മോഡലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ എന്ത് ചെയ്യാണ്? ബ്ലൂ കളർ ഫോം ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് കുറച്ച് ഈ കളർ ഒഴിക്കുന്നുണ്ട്. ഈ താഴെ കുറച്ച് ഗ്രീൻ പാർട്ട് ഒഴിക്കുന്നുണ്ട്. സെന്ററിലായിട്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ച വൈറ്റ് സൊല്യൂഷനും കുറച്ച് ആഡ് ചെയ്യാണ്. അപ്പൊ നമ്മളെ നടുവിൽ ആര് വരുന്നുണ്ട്? അശോക ചക്ര വരുന്നുണ്ട്. അയാൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്നാൽ റെഡി ആവോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ കളേഴ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രൈ കളർ മീൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബ്ലൂ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ആ ബ്ലൂ കളർ വന്നത് കണ്ടില്ലേ? ഓക്കെ, അത് മിക്സ് ചെയ്ത് വേറെ ഇതിലേക്ക് കാണിച്ചാൽ നോക്കിക്കോ. ഈ 2 കളേഴ്സ് തന്നെ മിക്സ് ചെയ്തിട്ട് ഇതാ ബ്ലൂ കളർ ഫോം ചെയ്യുന്നത് കണ്ടോ? ഓക്കെ, അപ്പൊ ഈ അശോക ചക്രം അല്ലെ, ഈ അശോക ചക്രന്റെ കളർ നമ്മൾ പറഞ്ഞ എന്താണ്? ബ്ലൂ ആണ്. എന്തുകൊണ്ടാണ് അത് ബ്ലൂ ആയത്? എന്തുകൊണ്ടായിരിക്കും ബ്ലൂ ആയത്? എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്, എന്ത് റെപ്രസെന്റ് ചെയ്യാനാണ് ബ്ലൂ ആയത്? കാരണമൊന്നും അറിയില്ല. ഓക്കെ, അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സ്കൈ അതുപോലെ തന്നെ ഓഷ്യൻ നമ്മൾ നോക്കുമ്പോൾ അത് ഭയങ്കര വാസ്റ്റ് ആണ് അല്ലെ. അതിന് എവിടെയെങ്കിലും എൻഡ് ഉണ്ട്? നമ്മൾ കാണുമ്പോൾ എവിടെയെങ്കിലും എൻഡ് ഉണ്ടോ? ഓഷ്യൻ ഇങ്ങനെ സ്പ്രെഡായി കിടക്കാണ്. സ്കൈയും അങ്ങനെ തന്നെയാണ്, വാസ്റ്റ് ആയിട്ട് കിടക്കാണ്. അതെന്ത് ചെയ്യുന്നില്ല? അതിനൊരു എൻഡ് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാസ്റ്റ്നെസ് റിസംബിൾ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അവിടെ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്ത് ആ ഒരു റിസംബിൾ ചെയ്തിട്ടാണ് ബ്ലൂ കളർ ചെയ്തിട്ടുള്ളത് അശോക ചക്രക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് 24 സ്പോക്സ് ഉണ്ട് അല്ലെ. എത്ര ആരക്കാലുകളാ? 24 ആരക്കാലുകളുണ്ട്. ഈ 24 ആരക്കാലുകൾ സ്പോക്സ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് അറിയോ? അത് എറ്റേണിറ്റി എന്ന് പറയാം. എറ്റേണിറ്റി സൈക്കിളിനൊക്കെ റിസംബിൾ ചെയ്യുന്നതാണ്.